ഹരിഹരൻ്റെ പാട്ട് ജീവിതം 50 വർഷത്തിലേക്ക് കടക്കുകയാണ്. 1974 ഗസലുകൾ കമ്പോസ് ചെയ്യുന്നതും പാടി തുടങ്ങുന്നതും. 77 ആദ്യ സിനിമാ ഗാനം ആലപിക്കുന്നത്. പാട്ടിന്റെ 50 ആണ്ട് പൂർത്തിയാക്കുന്ന ഹരിഹരനുമായി VS രഞ്ജിത്ത് നടത്തിയ പ്രത്യേക അഭിമുഖമാണ് ഇനി. നമുക്ക് ഒരു ഇൻട്രോ വായിച്ചങ്ങ് അവസാനിപ്പിക്കുന്നത്. ഹരിഹരൻ രണ്ടുപേരും പറയണ്ട, വളരെ വളരെ സാങ്കേതികമായി പോയി അല്ലേ. മലയാളികൾക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഗായകനാണ് ഹരിഹരൻ. പാലക്കാടുകാരനാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കൊളോണിയൽ കസിൻസ് ഒക്കെ വരുമ്പോഴാണ് ഭയങ്കര ഹിറ്റാകുന്നത് അല്ലെ, ശ്രദ്ധിക്കപ്പെടുന്നത് ഹരിഹരൻ. പിന്നെ റഹ്മാന്റെ പാട്ടുകൾ, റഹ്മാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച മെയിൽ ശബ്ദങ്ങളിൽ ഒന്ന് ഹരിഹരന്റെ ശബ്ദമാണ്. ഉണ്ണിമേനോനുണ്ട്, പിന്നെ ഉദിത് നാരായണനുണ്ട്. പക്ഷെ എന്നാലും ഹരിഹരനാണ് ഇപ്പൊ ഉയരെ എന്നുള്ള പാട്ട് ബോംബെയിലെ പാട്ടാണ്. പിന്നീട് വളരെ പ്രശസ്തമാണ് പറയാൻ മറന്ന പരിഭവങ്ങൾ എന്നുള്ള ഈ ഗസലുകളുടെ ഒരുപക്ഷെ ആധുനിക തലമുറയിലേക്ക് ഗസലുകൾ അത്ര വേഗം എത്തിച്ച ഒരു ഹരിഹരന്റെ ശബ്ദം, ബ്യൂട്ടിഫുൾ ആയ ശബ്ദം. ഹരിഹരൻ ഒരുപാട് സിനിമകൾക്ക്, മലയാള സിനിമകൾക്ക് പാട്ട് പാടിയിട്ടുണ്ട് അല്ലേ. ഹിന്ദി സിനിമകളിൽ ധാരാളമായിട്ട് ഈ ഹിന്ദി, ഇപ്പം പാലക്കാടുകാരനാണ് ഒരു സൗത്ത് ഇന്ത്യൻ ഗായകൻ ഹിന്ദിയിൽ ചുവടുറപ്പിക്കുക, എസ്പെഷ്യലി ഹിന്ദി ഫിലിം വേൾഡിൽ ചുവടുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അവിടെ യേശുദാസിന് പോലും പറ്റിയിട്ടില്ല. പിന്നെയുള്ളത് SPB ആണ്. SPBക്ക് പിന്നെ ആ ഒരു എന്താ പറയുക, ഒരു വേറൊരു രീതിയിലുള്ളൊരു അംഗീകാരമുണ്ട്. ഹരിഹരൻ അവിടെ പോയി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഗായകനാണ്. പാലക്കാട് മലയാളിയാണെങ്കിലും അത്ര മലയാളത്തോട് അല്ല കേരളത്തിൽ പറയും. ഒരു 50 ആണ്ട് മുമ്പ് നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട്, മറ്റിടങ്ങളിൽ പോയി ചൂടുറപ്പിച്ച കലാകാരൻ. അതെ അതെ അതെ. ആ രീതിയിൽ അദ്ദേഹം, നമുക്ക് ഹരിഹരനെ ഒന്ന് 50 വർഷമായല്ലേ, 50 വർഷം, 50 years, a long journey.